ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കളിലാണ് ഏറ്റവും കൂടുതൽ ജാതീയതയുള്ളത് എന്നാണ് പൊതുവെ മുസ്ലിങ്ങൾ ആരോപിക്കാറുള്ളത്. മുസ്ലിങ്ങൾക്കിടയിൽ അങ്ങനത്തെ ജാതി വിവേചനമൊന്നുമില്ല, മതവിവേചനമൊന്നുമില്ല എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. പക്ഷെ അത് ശരിയല്ല. മുസ്ലിങ്ങളിൽ തന്നെ ബാർബർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഒസാന്മാരെന്നാണ് അവരെ പൊതുവെ പറയുക. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ബാർബർ ഷോപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ, ബ്യൂട്ടി പാർലറുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വീടുകളിലൊക്കെ വന്നിട്ടാണ് ആളുകൾ ഷേവ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതുപോലെ ഒസാന്മാരുണ്ട്, മൊന്ന എന്നാ പറയുക അവരെ. അപ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിലുള്ള ഏതെങ്കിലും കല്യാണങ്ങൾക്ക് സാധാരണഗതിയിലുള്ള മുസ്ലിങ്ങൾ പോകാറില്ല. സാധാരണഗതിയിലുള്ള മുസ്ലിം കുടുംബങ്ങളിലേക്ക് അവരുടെ വിവാഹാലോചനകൾ വരാറില്ല. വന്നാൽ തന്നെ ഇവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. കൂടിയ മുസ്ലിങ്ങൾ, കുറഞ്ഞ മുസ്ലിങ്ങൾ, ഈ ബ്രാഹ്മണര്, ക്ഷത്രിയര് എന്നൊക്കെ ഉള്ളതുപോലെ ഇസ്ലാമിലുമുണ്ട്. പിന്നെ ഇന്ന് കുറേ സംഘടനകളുണ്ട്. കുറച്ച് കൂടിയ വിഭാഗം സുന്നി, അതിൽ നിന്ന് കുറഞ്ഞത് മുജാഹിദ്, അതിൽ നിന്ന് കുറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി, അതിൽ നിന്ന് കുറഞ്ഞ, അങ്ങനെ സംഘടനകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. അവര് ആ സംഘടനയാണ്, ശരി, എന്നാൽ അവർ കുറച്ച് കൂടിയ ടീം. ഓക്കെ, ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചലച്ചിത്ര താരം സുനിൽ ദത്ത്, അദ്ദേഹം ഹുസൈനി ബ്രാഹ്മണനാണെന്ന്. ബ്രാഹ്മണർക്കിടയിൽ അങ്ങനെ ഒരു ജാതീയതയുണ്ടോ? ഹുസൈനി ബ്രാഹ്മണർ എന്ന് പറയാൻ, ഹുസൈൻ നമുക്കറിയാം, പ്രവാചകന്റെ പൗത്രൻ, പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെ 2 ഇരട്ട മക്കളിൽ ഒരാളാണ് ഹുസൈൻ, ഒന്ന് ഹസൻ. ആ ഹുസൈനി വംശത്തിൽപ്പെട്ട ബ്രാഹ്മണനാണത്രേ. ഉറുദു എഴുത്തുകാരിയായ കാശ്മീരി ലാൽ സാക്കിർ, സാബിർ ദത്ത്, നന്ദ് കിഷോർ വിക്രം, ഇവരൊക്കെ ഹുസൈനി ബ്രാഹ്മണർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ജാതിക്കോളത്തിൽ ഹുസൈനി ബ്രാഹ്മണരാണു പോലും. അങ്ങനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന പോസ്റ്റുകൾ കാണുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അങ്ങനെ ഒരു ബ്രാഹ്മണ വിഭാഗമുണ്ടോ? ഹലാൽ ബ്രാഹ്മണര്, ഹുസൈനി ബ്രാഹ്മണര് ദില്ലിയിലും പഞ്ചാബിലുമൊക്കെ ഈ വിഭാഗമുണ്ടത്രേ. ഇങ്ങനെ പലരും പറയുന്നുണ്ട്. ചെറിയ ചെറിയ ഗവേഷണം നടത്തിയ സമയത്ത് പിടിച്ചതിനേക്കാളും വലുതാണ് ഈ ഹുസൈനി ബ്രാഹ്മണർ എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ല ശരി. അങ്ങനെ ഒരു വിഭാഗമുണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ്. മുഹമ്മദ് നബി 1400 തോന്നലല്ലേ, എന്തോ ആവട്ടെ. ബാഗ്ദാദിലു മാത്രം ദത്ത് എന്ന ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട 1400ഓളം ആളുകൾ ഉണ്ടായിരുന്നത്രേ. ഒരു റഹാബ് സിദ് ദത്ത് തൻ്റെ 7 മക്കളിൽ 680 കേട്ടോ. മുഹറം 10 7 മക്കളെ കർബല യുദ്ധത്തിൽ ഇമാം ഹുസൈനു വേണ്ടി ബലിയർപ്പിച്ചു എന്നൊരു വിശ്വാസം. അതായത് പ്രവാചകന്റെ പ്രബലനായ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. അയാളുടെ മകനാണ് മുആവിയ. മുആവിയയുടെ മകനാണ് യസീദ്. ആ യസീദാണ് മുഹമ്മദ് നബിയുടെ ചെറുകുട്ടിയുടെ തലയെടുത്ത് കുന്തത്തിൽ കൊളുത്തി വെച്ച് ഘോഷയാത്ര നടത്തുന്നത്. തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ച് ഘോഷയാത്ര നടത്തി എന്നൊക്കെയാണ് ചരിത്രം. ഈ കർബല യുദ്ധത്തില് ഒരു മനുഷ്യൻ ഇത്രയും മക്കളെ ഇദ്ദേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്തതിനെ ആദരിക്കുന്നതിന് വേണ്ടി ദത്ത് സമുദായത്തെ മുഴുവനും പ്രവാചകന്റെ പൗത്രന്റെ പേരിൽ അറിയപ്പെട്ടത്രേ ഹുസൈനി. ഈ പദവി അവർക്ക് ലഭിച്ചു എന്നാ പറയുന്നത്. ഇതിന്റെ ചരിത്രം എന്താണെന്ന് നമുക്കറിയില്ല. ഹസന്റെയും ഹുസൈന്റെയും പിന്തുണക്കാർ എന്നാണത്രേ ഇവരറിയപ്പെട്ടിരുന്നത്. പൂർവികര് കർബലയിൽ നടത്തിയ ത്യാഗത്തിന്റെ പ്രതീകമായി ദത്ത് ബ്രാഹ്മണർ ഇന്നും കഴുത്തിൽ മുറിവേറ്റ ഒരു അടയാളം ധരിക്കുന്നുണ്ട് എന്നാണ് ചില വീഡിയോകളിലൂടെയും ഓഡിയോകളിലൂടെയും ചില പോസ്റ്റുകളിലൂടെയും ഒക്കെ അറിയാൻ കഴിഞ്ഞത്. കർബല യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സിന്ധിൽ നിന്ന് ഒരു വലിയ സൈന്യം പ്രവാചകന്റെ ചെറുകുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി ഇറാഖിലേക്ക് വന്നത്രേ. അങ്ങനെയാണ് ഈ കഥകൾ പറയുന്നത് തന്നെ. അവരെത്തുമ്പോഴേക്കും ഇമാം തീർന്നു, നബിയുടെ പൗത്രൻ തീർന്നു കഴിഞ്ഞു. ഇന്നത്തെ ഇറാഖിലെ കൂഫ പട്ടണത്തിൽ വെച്ച് പ്രവാചകന്റെ ചെറുകുട്ടിയേക്കായി
ചെറുകുട്ടിയുടെ ഒരു ശിഷ്യനെ കണ്ടുമുട്ടുന്നു. ആര്? ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവർ. പട്ടണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് തങ്ങാൻ അവർക്ക് സൗകര്യമൊരുക്കുന്നു. ഈ പ്രദേശം ഇന്ന് ദായരി ഹിന്ദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദായരി ഹിന്ദിയ അഥവാ ഇന്ത്യൻ ക്വാർട്ടർ, ഈ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പ്രവാചകന്റെ ചെറുകുട്ടിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനെന്ന ലക്ഷ്യത്തോടുകൂടി ഈ ഹുസൈൻ നബിയുടെ ചെറുകുട്ടിയുടെ അനുയായികളുമൊക്കെയായി കൂടിയ ദത്ത് ബ്രാഹ്മണർ ഇറാഖിലെ കൂഫയിൽ തന്നെ തുടർന്നു. ബാക്കിയുള്ള ആളുകൾ നാട്ടിലേക്ക് മടങ്ങി ഹുസൈന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഒരു സമൂഹം അവര് ഉണ്ടാക്കിയെടുത്തു. ദത്ത് ബ്രാഹ്മണർ, അങ്ങനെയാണ് ഹുസൈനി ബ്രാഹ്മണർ എന്ന പേരിൽ അറിയപ്പെട്ടത്. മഹാഭൂരിപക്ഷം വരുന്ന ഹുസൈനി ബ്രാഹ്മണരും വിഭജനത്തിന് മുമ്പ് സിന്ധ്, ലാഹോർ പ്രദേശങ്ങളിലെ താമസക്കാരായിരുന്നത്രേ. ഇന്ന് പാകിസ്ഥാനിലെ സിന്ധിലും രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ, ഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലുമൊക്കെ ഈ പ്രവാചകന്റെ ചെറുകുട്ടിയുടെ പിന്മുറക്കാരായ ഹുസൈനി ബ്രാഹ്മണർ ഉണ്ട് എന്നാണ് വെപ്പ്. മനുഷ്യരുടെ വൈവിധ്യമാർന്നതിനെ സ്വീകരിക്കുന്ന ഒരു ത്വര പലരും മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിനെന്തെങ്കിലും അടിത്തറയുണ്ടോ, അടിസ്ഥാനമുണ്ടോ, തെളിവുകളുണ്ടോ? ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇപ്പൊ പ്രവാചകന്റെ മകളാണ് ഫാത്തിമ. ആ മകളെ വിവാഹം കഴിക്കുന്നത് അലി ഇബ്നു അബൂ ത്വാലിബാണ്. അപ്പോൾ ഈ മകൾക്കൊരു കുട്ടി ഉണ്ടായാൽ അത് നബിയുടെ പിന്മുറക്കാരാണോ അതോ അലിയുടെ പിന്മുറക്കാരാണോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. തലതിരിഞ്ഞ ഈ നാട്ടിലുള്ള ജാതീയതയും പ്രവാചകന്റെ കുടുംബക്കാരാണ്, തങ്ങന്മാരാണ് എന്നുള്ളൊരു വ്യാജ രീതികളും ഒന്ന് അവസാനിച്ചു കിട്ടും. ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. ഒരു വിഭാഗം ആളുകളെ ഇവർ പൊക്കിയെടുത്ത് മാനത്തിരുത്തി. എല്ലാവരും അംഗീകാരം നൽകി. പെരുന്നാള് അവര് ആകാശത്ത് പെറ ദർശിക്കണം, ചന്ദ്രനെ അവര് കാണണം. അവര് കണ്ടാലാണ് കേരളം മുഴുവനും പെരുന്നാള്. അങ്ങനെ അവരെ എത്ര കണ്ട് പൊക്കിയോ അത്ര കണ്ട് അവരുടെ വീഴ്ചയുടെ ആഘാതവും കൂടെ. അതുകൊണ്ട് തൽക്കാലം അവരെ താഴെ ഇറക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ നബിക്കൊരു മകനില്ലാതിരിക്കെ, നബിയുടെ ഇത്രാമത്തെ പരമ്പരയാണ്, അത്രാമത്തെ പരമ്പരയാണ്, ഒരു മകനില്ലാതിരുന്നിട്ട് ഇത്രയും അവകാശവാദം. അപ്പോൾ ഒരു മകനോ ഒന്നിൽ കൂടുതൽ ആൺമക്കളോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര തങ്ങൾ കുടുംബത്തിന്റെ മൊഹബത്തുകൾ നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ഇല്ലാതിരുന്നിട്ടാണ് നബിയുടെ 10ാമത്തെ തലമുറ, 15ാമത്തെ സനത്, 20ാമത്തെ തലമുറ, അങ്ങനെയൊക്കെയാണ് ഇവർ പൊതുവെ പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ നബിക്കൊരു മകനില്ല. പിന്നെ എങ്ങനെയാണ് നബിക്ക് അനന്തരാവകാശികൾ ഉണ്ടാകുന്നത്? നബി പരമ്പര എങ്ങനെയാണ് പിന്തുടരുന്നത്? നബിയെ ഖുർആൻ പോലും പരിചയപ്പെടുത്തിയത് വാലറ്റവൻ എന്ന്. ഒരാൾ കളിയാക്കി വാലറ്റവനെന്ന്. അപ്പൊ പടച്ചോൻ പറയാണ്, അവനല്ലടാ വാലറ്റവൻ, നീയാടാ വാലറ്റവൻ. ഇങ്ങനെ കുറെ കോമഡികൾ ഇസ്ലാമിലുണ്ട് കേട്ടോ. നന്ദി.